ഇതൊന്നും എൽ ഡി എഫിൻ്റെ ശോഭ കെടുത്താൻ സാധിക്കുന്നതല്ല. ഇതുപോലെ ഒരുപാട് ആളുകൾ യു ഡി എഫിൽ നിന്ന് പോയിട്ടുണ്ട്, ബി ജെ പിയിൽ നിന്ന് പോയിട്ടുണ്ട്. അതൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളും കാരണങ്ങളും കാരണം കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ടാകും, ചിലർ പോയിട്ടുണ്ടാകും. എൽ ഡി എഫിൽ നിന്ന് പോയത് കൊണ്ട് എൽ ഡി എഫിന് അതെന്തെങ്കിലും ഒരു ശോഭ കെടുത്താൻ സാധിക്കുന്നതല്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൽ പ്രധാനമായി CPIM ഒരു തത്വാധിഷ്ഠിതമായ നിലപാട് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. നല്ല സംഘടനാ ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ ശോഭ കെടുത്താൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ഇടയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കുന്നു തോന്നുന്നുണ്ടോ? എനിക്ക് നേട്ടം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നാൻ സാധിക്കുന്നില്ല. ഞാനിപ്പോൾ പയ്യന്നൂർ പോയ ഒരാളാണ്. പയ്യന്നൂരിൻ്റെ സാഹചര്യം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞതിനേക്കാളും നല്ല വോട്ടിംഗ് പേഴ്സൻറ്റേജ് വർദ്ധിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥി നല്ല നിലയിൽ, അവിടുത്തെ അനുഭവമാണ് എനിക്ക് നേരിട്ട് അറിയാവുന്നത്. നല്ല വിജയം തന്നെ ടി ഐ മധുസൂദനുണ്ടാകും. UDF നേതാക്കൾ പറയുന്നത് ഒരു ന്യൂനപക്ഷ ഏകീകരണം UDF അനുകൂലമായി ഉണ്ടായിട്ടുണ്ട്, അതൊരു തരംഗമായി മാറും. അങ്ങനെ ഒരു അതൊക്കെ ഈ ന്യൂനപക്ഷത്തെ അവമാനിക്കാൻ പറയുന്ന വാദഗതികളാണ്. എല്ലാ കാലഘട്ടങ്ങളിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പമാണ് ന്യൂനപക്ഷങ്ങൾ അണിനിരക്കേണ്ടത്. കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം ശക്തമല്ലെങ്കിൽ ന്യൂനപക്ഷം തകർന്നു പോകും, അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വരും. ഇന്ത്യയിൽ തന്നെ നോക്കൂ, ഇടതുപക്ഷം ശക്തമായ സ്ഥലത്ത് മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ മാത്രമേ സംരക്ഷണമുള്ളൂ. ന്യൂനപക്ഷം ദുർബലപ്പെട്ടാൽ അത് പിന്നോക്ക വിഭാഗങ്ങൾക്ക്, തൊഴിലാളി കർഷകാദി ജനവിഭാഗങ്ങൾക്ക് എന്നതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വലിയ ആപത്തുണ്ടാക്കും. അത് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അതുകൊണ്ടാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുകയും ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയപ്പോൾ ഉയർന്നൊരു പ്രധാന ആക്ഷേപം ടീച്ചറെ പാർട്ടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനൊരു നടപടി എന്നൊക്കെ ആയിരുന്നു. അതിനുള്ളൊരു മറുപടി ആകുമോ ഈ തെരഞ്ഞെടുപ്പ് പോലെ? അതെല്ലാം പാർട്ടി ശത്രുക്കൾ പറഞ്ഞ് പരത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിനനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി അംഗീകരിച്ച പൊതുനയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറി നിന്നത്, ഞാൻ 3 ടേമായി. ആ 3 ടേമായി ഞാൻ തന്നെ പിന്നെയും മത്സരിക്കണമെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഞാനതിൽ നിന്നും 2 ടേം എന്നുള്ള പാർട്ടിയുടെ നിലപാട് അംഗീകരിച്ചു. അതുപോലെ ഒരുപാട് ആളുകൾ ആ സമയത്ത് മാറി. ഇപ്പോഴും അങ്ങനെ ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ചില മണ്ഡലങ്ങളിൽ നമ്മൾ ജയിച്ചു വരാൻ, ഇപ്പോൾ നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ നമുക്ക് ചില സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതായി വരും, അവർക്ക് പരിഗണന കൊടുക്കേണ്ടി വരും. അങ്ങനെ പരിഗണന കൊടുത്ത് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടി ആലോചിച്ചു. കാരണം പിന്നെ ടീച്ചറുടെ ജന്മനാടാണത് പേരാവൂർ. അതുകൊണ്ട് തന്നെ അവർ പഠിച്ചു വളർന്നിട്ടുള്ള നാടാണത്. അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങളുള്ള നാടാണ്. അതുകൊണ്ട് ഇന്നത്തെ നിലയിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ടീച്ചറെ അവിടെ നിശ്ചയിച്ചത്. അതിനെ ഈ ഭയമുള്ളവരാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. UDFകാർക്ക് വല്ലാത്ത ഭയം വന്നു, അവരിത് വ്യാഖ്യാനം നടത്തി, അത്ര തന്നെ. ഈ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഈ പണം കൊടുത്ത് വോട്ട് വാങ്ങിയ വിഷയവും ജയരാജനെതിരെ പേഴ്സണലായി തന്നെ അവർ ഒരുപാട് ആരോപണം ഉന്നയിച്ചാണ്. BJPയിലേക്ക് വരാൻ വേണ്ടി കൂടിക്കാഴ്ച നടത്തി, ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ കണ്ടു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ആ വിഷയത്തിൽ ജയരാജൻ്റെ അഭിപ്രായം? ഞാനത് നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എനിക്കവരെ അറിഞ്ഞുകൂടാ. ഞാൻ അവരുമായിട്ട് ഇന്ന് വരെ നേരിട്ട് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. ഏതാണ്ട് വളരെ അകലത്തുനിന്ന് കണ്ടത് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ കോട്ടയത്തെ അദ്ദേഹത്തിൻ്റെ ബോഡി, അദ്ദേഹത്തിൻ്റെ പ്രതിശരീരം അവിടെ കൊണ്ടുവന്നപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് നേതാക്കളുണ്ട്, തിങ്ങി നിറഞ്ഞിരിക്കും. അവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ അവരെ കാണുന്നത്. ആദ്യമായിട്ടാണെന്ന് പറയാൻ കഴിയില്ല, ഞാൻ കാണുന്നത്. ഒരു വാക്ക് പോലും ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്തതിന് മറുപടി അയക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ആ കേസ് യഥാർത്ഥത്തിൽ തെറ്റായ ചില വഴികളിലൂടെ സഞ്ചരിപ്പിക്കാൻ നോക്കി. ഞാൻ ഹൈക്കോടതിയിൽ പോയി ആ കേസിൻ്റെ മേലെ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ഇപ്പോൾ അവർക്ക് ഇത് കൊടുത്തിരിക്കുകയാണ്, കോടതിയിൽ ഹാജരാകാൻ.
അതുകൊണ്ട് എനിക്ക് നല്ല അഭിപ്രായമുള്ളവരല്ല. കാരണം ഞാനുമായിട്ടൊരു പരിചയം പോലും ഇല്ലാത്ത ഒരു സ്ത്രീ എന്നോട് പറയുന്നു, ഞങ്ങളിങ്ങനെ എന്തൊരു അബദ്ധമാണ്, എന്ത് തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഒരു രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഒരു മൂല്യമോ അന്തസ്സോ കാത്തു സൂക്ഷിക്കാത്തവരാണ് അവരെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം. ചേട്ടാ, ഈ BJP ഇത്തരത്തിൽ പലയിടങ്ങളിലും കോഴ കൊടുത്തു, പണമായും സാരിയായും ഒക്കെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് BJP ഒരുപക്ഷെ 0 മുതൽ 5 വരെ സീറ്റുകൾ കേരളത്തിൽ നേടിയേക്കാമെന്നും പറയുന്നത്. അവർക്ക് ഒരു സീറ്റ് തന്നെ കിട്ടുമോ സംശയത്തിലാണ്. നിയമം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് നിങ്ങൾ പലരും പറയുന്നത്. നിയമം ലഭിക്കാൻ സാധ്യതയില്ല. അവിടെ എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിലും വോട്ടിംഗ് പാറ്റേൺ എല്ലാം വെച്ച് നോക്കുമ്പോൾ അവിടെ പോലും അവർക്ക് ജയിക്കാൻ സാധ്യതയില്ല. അവരിങ്ങനെ അവകാശവാദം ഉന്നയിക്കുക, കേന്ദ്രഭരണമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വന്നുപോയി, ഇങ്ങനെ ഒരു ആരവമുണ്ടാക്കി. പക്ഷേ കേരള സമൂഹത്തെ അതിനൊന്നും സ്വാധീനിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ BJPയെക്കുറിച്ച് നോക്കിയാൽ തന്നെ BJPയുടെ ഇന്നത്തെ സ്ഥാനാർത്ഥികളിൽ തന്നെ പലരും കോൺഗ്രസിൻ്റെ നേതാക്കളല്ലേ. ഇപ്പോൾ AK ആൻ്റണിയുടെ മകൻ, അതുപോലെ തന്നെ K കരുണാകരൻ്റെ മകൾ, ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളത്? PC ജോർജിൻ്റെ മകൻ BJPയിലല്ലേ ഉള്ളത്. അവരുടെ പല നേതാക്കളുടെയും മക്കളൊക്കെ ഇപ്പോൾ UDF ഇട്ട് BJPയോടൊപ്പമാണ്. കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിഭാഗം അങ്ങോട്ട് ചേക്കേറുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ഒരുപക്ഷെ അവർക്ക് ചെറിയ തോതിൽ സാധിച്ചിട്ടുണ്ടാകും. പക്ഷേ കേരളത്തിൽ 5 സീറ്റൊന്നും ലഭിക്കാനുള്ള ഒരു സാഹചര്യവും ഞാൻ കാണുന്നില്ല. അവർ ഏറ്റവും ആദ്യമായി ജയിക്കുമെന്ന് പറയുന്നത് നിയമമാണെങ്കിൽ നിയമത്ത് തന്നെ ജയിക്കാനുള്ള സാധ്യത ഞാൻ എൻ്റെ ഒബ്സർവേഷനിൽ കാണുന്നില്ല. ഈ രേവന്ത് റെഡ്ഡിക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടിയെ കുറിച്ച് എന്താണ്? അത് ഈ കേരളമാണ് നല്ല എഡ്യൂക്കേറ്റഡ് സെക്ഷനുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. ഈ തെലങ്കാനയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് അവിടുത്തെ ഒരു മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം. അദ്ദേഹം ആ അന്തസ്സ് കാത്തു സൂക്ഷിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 10 വർഷക്കാലമായി ഇവിടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നു. തെലങ്കാനയിൽ വന്നിട്ട് അത്രയൊന്നും കാലം ആയിട്ടില്ലല്ലോ, പല പാർട്ടിയും മാറി വന്ന ആളല്ലോ. ആയിക്കോട്ടെ, അതൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ 10 വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇവിടുത്തെ CPMൻ്റെ ഉന്നതനായ നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഏറ്റവും സീനിയറായിട്ടുള്ളൊരു പോളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പരിഹസിക്കുക ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ചതാണ്? എത്ര പരിഹാസമായിരുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചു. അത് ഇവിടുത്തെ UDFൻ്റെ മുഖമാണെന്നല്ലേ ഞങ്ങൾ കാണേണ്ടത്. അങ്ങനെ ഒരു പ്രതികരണം നടത്തിയാൽ, ഒരു പ്രതികരണം നടത്തുമ്പോൾ തിരിച്ചടി വരും. ആ തിരിച്ചടി ശക്തമായ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് മറുപടി പിന്നീട് വരുന്നുണ്ടെന്നാണ്. ഒരു തെലങ്കാനയിലൊരു മുഖ്യമന്ത്രി വന്നിട്ട് ഈ തരത്തിലാണോ സംസാരിക്കേണ്ടത്? എത്ര പരിഹാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് അന്തസ്സും അതുപോലെ വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം കാണിക്കേണ്ട ഒരു മുഖ്യമന്ത്രി തന്നെ നിലവാരം വിട്ട് എവിടെയോ എത്തി. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ശക്തമായി പ്രതികരിക്കും. അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാം പ്രതികരിക്കും. പക്ഷെ അത് തെറ്റായൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതാണ് കോൺഗ്രസ് പാർട്ടി UDF പറയേണ്ടത്, അതാണ് തിരുത്തേണ്ടത്. ആ നിലപാട് അവർ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഇത്തരത്തിൽ പലതും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അത്തരം നിലപാടുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ പക്വതയുള്ള നേതാക്കൾ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്നത്തെ നവമാധ്യമ രംഗത്തൊക്കെ പലതും കേൾക്കേണ്ടി വരും. ഈ അധികാരം കിട്ടിയാൽ 5 മിനിറ്റിനകം മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതാണ് ചില കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത്. ഒരിക്കൽ എവിടുന്ന് ഒരു പേര് പറയുന്നത് കേട്ടപ്പോൾ ഡൽഹി ACC ആഫീസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായില്ലേ. ആ രമേശ് ചെന്നിത്തലയുടെ പേരോ മറ്റോ പത്തനംതിട്ടയെന്ന് പറഞ്ഞിരുന്നു. ഡൽഹിയിൽ വേണുഗോപാലൻ ക്ഷുഭിതനാകുന്നു, ഇവിടെ VD സതീശ് ക്ഷുഭിതനാകുന്നു, തിരുവനന്തപുരത്ത് ശശി തരൂർ ക്ഷുഭിതനാകുന്നു. എല്ലാവരും ക്ഷുഭിതരായി പൊട്ടിത്തെറിച്ചില്ലേ. ഒരു പേര്, തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, വിജയിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഒരു പേര് പറയുമ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ അവർ എന്ത് മുഖ്യമന്ത്രി വോട്ട് ഒരു മന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയും?
140 അസംബ്ലി മണ്ഡലത്തിലേക്ക് ഇവിടുത്തെ ഓരോ ഗ്രൂപ്പുകാരും ഗ്രൂപ്പായിട്ട് പേരുമായിട്ടല്ലേ പോയത്. ഒരു മണ്ഡലത്തിൽ യോജിച്ചുകൊണ്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടി ഏത് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്? ഏത് സ്ഥാനത്തേക്കാണ് യോജിച്ചുകൊണ്ടവർക്ക് ഒരു നിലപാടെടുക്കാൻ സാധിക്കുക? അത്രയും ദുർബലമാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമീപനം അവർ പരിശോധിക്കേണ്ടതാണ്. ഈ നില തുടർന്നാൽ കോൺഗ്രസ്സിന് ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവസരവാദ രാഷ്ട്രീയത്തിൻ്റെയും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും നിലപാടുകൾ അവർ ഉപേക്ഷിക്കണം. എപ്പോഴും നാക്കെടുത്താലും രാഹുൽ ഗാന്ധി ചൈനീസ് വിരുദ്ധ പ്രസംഗമാണ് നടത്തുക. ഇവിടെ അമേരിക്കയും ഇസ്രായേലും യുദ്ധം നടത്തി മനുഷ്യരെ കൊല്ലുമ്പോഴും ചൈനീസ് വിരുദ്ധ മനോഭാവമാണ്. ഇതൊക്കെ എന്ത് മനോഭാവത്തിൻ്റെ ഭാഗമാണ്? അതൊക്കെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശാലമായൊരു കാഴ്ചപ്പാടുണ്ട്. രാജ്യം അഭിമുഖീകരിക്കുന്ന വർഗീയ വിപത്ത്, മനുഷ്യർ നേടുന്ന ജീവിത പ്രശ്നങ്ങൾ, ഇവക്കൊക്കെ പരിഹാരം കാണാൻ, മതസാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ എല്ലാ ജനവിഭാഗങ്ങളെയും ആകർഷിച്ച് ഒന്നിച്ചു നിർത്തി ഒരു നല്ല കേരളം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനോടൊപ്പമാണ് കേരളത്തിലെ സമൂഹം അണിനിരക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ വളരെ ശാന്തമായി തന്നെ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവെ എല്ലാ സ്ഥലത്തും സാധാരണഗതിയിലുണ്ടാകുന്ന തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും താരതമ്യേന ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു നല്ല നിലയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചത്. കേരളത്തിലെ ക്രമസമാധാന രംഗത്തും ഇവിടെ കേന്ദ്രസേന വേണം, പോലീസ് വേണം, പട്ടാളം വേണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ പാർട്ടികളുടെ എല്ലാം ഒരു പൊതുവായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM ഇതിലതീവ ജാഗ്രതയോടുകൂടി തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായും എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാനും വേണ്ടി നടപടികൾ സ്വീകരിച്ചു. ആ തരത്തിലൊരു വിശാലമായ കാഴ്ചപ്പാട് തന്നെയാണ് CPM ഉയർത്തിപ്പിടിച്ചത്. ആ അന്തരീക്ഷം തന്നെ നമുക്കിവിടെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു.